നമസ്കാരം. ഇമ്പമുള്ള കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് എന്നാണ് കവി കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുള്ളത്. അച്ഛനും അമ്മയും മക്കളും മുത്തശ്ശനും മുത്തശ്ശിയും കൂടുമ്പോൾ ഇമ്പകരമാവുന്നതാണ് കുടുംബം. ഇന്ന് അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന അണുകുടുംബങ്ങളാണ്. അതിനാൽ ബന്ധങ്ങൾ ഇരയെടുപ്പം ഇന്ന് കുറഞ്ഞു വരുന്നു എന്നതാണ് സത്യം. ഇന്ന് ആർക്കും ആരെയും ശ്രദ്ധിക്കാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ നേരമില്ല. എല്ലാവരും പാച്ചിലിലാണ്. ഒരു കുടുംബത്തെ ചേർത്ത് നിർത്താൻ ആദ്യം വേണ്ടത് മുഖാമുഖമുള്ള സംഭാഷണമാണ്. അന്നത്തെ വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുക. ഇത് ഒരു ആരോഗ്യകരമായ ഒരു കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കും. കുട്ടികളെ എപ്പോഴും ശാസിച്ചും ഉപദേശിച്ചും നന്നാക്കാൻ മുതിർന്നവർ ശ്രമിക്കും. എന്നാൽ നമ്മൾ പറയുന്നതല്ല ചെയ്ത് കാണിക്കുന്നതാണ് കുട്ടികളേറെ സ്വാധീനിക്കുന്നത്. അതിനാൽ അവരുടെ മനസ്സിൽ നന്മയുണർത്താൻ നാം എല്ലാവരും ജീവിതത്തിൽ നല്ല ശീലങ്ങൾ പുലർത്തുക. നമ്മുടെ കുടുംബത്തിലെ ഒരു നല്ല കേൾവിക്കാരനാകാൻ നാം എല്ലാവരും ശ്രമിക്കുക. ഓരോരുത്തരും വ്യത്യസ്തരാണ്. അവരുടെ ചിന്ത, ഇഷ്ടം, ജീവിതശൈലികൾ, താല്പര്യം എല്ലാം വ്യത്യസ്തമാണ്. കുടുംബത്തിൽ ഒരാൾക്ക് വീഴ്ച പറ്റുമ്പോൾ കഠിനമായി കുറ്റപ്പെടുത്തരുത്. കാര്യകാരണം തിരിച്ചറിഞ്ഞ് അതിൻ്റെ പരിഹാരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. എന്ത് പ്രതിസന്ധിയിലും ഞാൻ കൂടെ ഉണ്ട് എന്ന ധൈര്യം പകർക്കുക. അത് പരസ്പര വിശ്വാസം വളർത്തും. എത്ര തിരക്കിനിടയിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പാകം ചെയ്ത് അത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നാം എല്ലാവരും സമയം കണ്ടെത്തുക. എല്ലാവരുടെയും കുടുംബം ഇമ്പകരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.